ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അത് വിശ്വാസമാണ്, അഖീദയാണ്, ശരിയായ അഖീദയാണ്. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ്. ലോകത്ത് എല്ലാ പ്രവാചകന്മാരും ആദ്യം പഠിപ്പിച്ച, ഏറെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച ഒരേ ഒരു കാര്യം, ഇസ്ലാമിനെ ഇതര മതങ്ങളിൽ നിന്ന്, വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്ന കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനകൾ അള്ളാഹുവിന് മാത്രം നൽകുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദ് എന്ന് പറയും, അള്ളാഹുവിനെ ഏകനാക്കുക. എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുക. 3 തലങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഒന്ന്, ഈ പ്രപഞ്ചവും അതിലെ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും ഉണ്ടാക്കിയവൻ, നിയന്ത്രിക്കുന്നവൻ, ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇതാരുണ്ടാക്കിയതാണ്? അള്ളാഹു ഉണ്ടാക്കിയതാണ് എന്നതല്ല ഉത്തരം. അള്ളാഹു മാത്രമാണ് ആ സൃഷ്ടിപ്പിന്റെ ആൾ. ആരാണ് നിയന്ത്രിക്കുന്നത്? അള്ളാഹുവും പിന്നെ കുറെ മഹാത്മാക്കളും എന്നല്ല, അള്ളാഹു മാത്രമാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യു അൽ ഖയ്യൂം, സർവനിയന്താവും അല്ലാഹു മാത്രമാണ്. അല്ലാഹുവാണ് എന്നതല്ല, വിശ്വാസി വ്യതിരക്തനാകുന്നത് അല്ലാഹു മാത്രമാണ് എന്ന് പറയുമ്പോഴാണ്. ഇതിന്റെ ഉടമസ്ഥത ആരുടേതാണ്? അല്ലാഹുവിന്റേതു മാത്രമാണ്. ഇത് തൗഹീദിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന എല്ലാ അർത്ഥനകളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആരാധനകളും അത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ. ആരാധനയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട്. ആരാധനയുടെ മനസ്സോടെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. അത് പ്രാർത്ഥനയാകാം, അത് സഹായാർത്ഥനയാകാം, അത് തവക്കുലാകാം, അത് നമസ്കാരമാകാം, അത് സക്കാത്താകാം, സ്വതക്കയാകാം, നേർച്ചയാകാം, ബലിയാകാം, എന്തുമാകാം. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ്, അടിസ്ഥാനശിലയാണ്. മൂന്നാമത്തെ ഒരു ഭാഗം, അള്ളാഹുവിനെ പോലെ മറ്റൊന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് കുറെ വിശേഷണങ്ങളുണ്ട്, അള്ളാഹുവിന് കുറെ നാമങ്ങളുണ്ട്. അഥവാ അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. ഇതൊക്കെ റബ്ബിന്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന്റെ കാഴ്ചയുടെ ഏതെങ്കിലും ഒരു തലം അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ്. അള്ളാഹുവിന്റെ അറിവിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആകുന്നത്. അള്ളാഹു കേൾക്കുന്നത് പോലെ, അറിയുന്നത് പോലെ, കാണുന്നത് പോലെ കാണാനോ കേൾക്കാനോ അറിയാനോ, ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്ന് വിളിച്ചാൽ ആ വിളി മനസ്സിലാക്കി അതിന് ഉത്തരം ചെയ്യാനോ ലോകത്ത് ആർക്കെങ്കിലും കഴിയുമെന്ന് വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ്, ഇസ്ലാമിന്റെ അടിത്തറക്ക് വിരുദ്ധമാണ്. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഭാഗം പരലോകത്താണ്. മരണം ഒരു 60 കൊല്ലം, 70 കൊല്ലം, 80 കൊല്ലം, 90 കൊല്ലമൊക്കെ പരമാവധി. അപൂർവം ചില ആൾക്കാരാണ് 100-ലപ്പുറമൊക്കെ പോണത്. നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കണം, ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുക. പിന്നെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? മരണത്തോടു കൂടി പുതിയൊരു ജീവിതം ആരംഭിക്കണം. മരണം എന്നുള്ളത് ഐഹിക ജീവിതത്തിന്റെ അവസാനം എന്നതിലപ്പുറം അത് പരലോക ജീവിതത്തിന്റെ തുടക്കമാണ്. പരലോകത്ത് രക്ഷപ്പെടുന്നതാര്? പരലോകത്ത് വിജയം നേടുന്നവനാര്? അത് മരണമില്ലാത്ത ലോകമാണ്. ഒരുപക്ഷെ നമ്മുടെ പരിമിതമായ ചിന്ത കൊണ്ട് നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും തുടക്കവും ഒടുക്കവുമുണ്ട്. അതുകൊണ്ട് ഒടുക്കമില്ലാത്ത ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമ്മുടെ ചിന്തക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അതാണ് വസ്തുത, അതാണ് യാഥാർത്ഥ്യം. അവിടെ കുറെ ആളുകൾ നരകത്തിൽ മരണമില്ലാതെ ജീവിക്കും, കുറെ ആളുകൾ സ്വർഗത്തിൽ മരണമില്ലാതെ ജീവിക്കും,
ആരാണ് സ്വർഗത്തിലെത്തുക, ആരാണ് നരകത്തിലേക്ക് പോവുക? ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തൗഹീദ് ഉള്ളവനാണ് സ്വർഗത്തിലെത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായവർക്കാണ് സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയുള്ളൂ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. ഒരാൾ മദ്യപാനിയായി, ഒരാൾ കൊലപാതകിയായി, ഒരാൾ വ്യഭിചാരിയായി, ഒരാൾ 1000 കോടി അഴിമതി നടത്തി, 2 നിലക്കാർക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. ഒന്നുകിൽ ചില ആളുകൾക്ക് അള്ളാഹു നിരുപാധികം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. ഞാൻ നിനക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. റബ്ബിന്റെ വിശാലമായ കാരുണ്യമാണ്. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. 99 തിന്മകൾ രേഖപ്പെടുത്തിയ കർമ്മരേഖയുമായി അള്ളാഹുവിന്റെ മുമ്പിൽ വരുന്ന ഒരാളെ കുറിച്ച് സ്വഹീഹായ ഹദീസുകളിൽ ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഹദീസാണ്. 99 രേഖയാണ്. ആ 99 കണ്ണെത്താ ദൂരത്തോളമുള്ള രേഖകളാണ്. മദ്ദൽ ബസർ എന്നാണ് ഹദീസ് വിശദീകരിച്ചത്. അതിലെന്താ രേഖപ്പെടുത്തിയത്? മനുഷ്യൻ ചെയ്തു കൂട്ടിയ തിന്മകളാണ്. അള്ളാഹു അയാൾക്ക് അത് കാണിച്ചു കൊടുക്കും. അയാൾ നരകത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പാക്കും. അള്ളാഹു പറയും, ഇന്ന് അക്രമമില്ല. അള്ളാഹു ഒരു കാർഡ് പുറത്തെടുക്കും. 99 കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തിന്മകൾ രേഖപ്പെടുത്തിയ രേഖകൾക്ക് പകരം അള്ളാഹു ഒരു കാർഡാണ് പുറത്തെടുക്കുന്നത്. ആ തിന്മയുടെ മീസാനിന്റെ തിന്മകളുടെ തട്ടിൽ വെക്കുമ്പോ ആ തട്ട് താഴുന്നു. ഈ കാർഡ് നന്മയുടെ തട്ടിൽ വെക്കുമ്പോ ആ തട്ട് താഴ്ന്ന തിന്മയുടെ തട്ട് പൊന്തും. 99 ആ രേഖകൾക്ക് പകരം വെക്കാൻ ഈ കാർഡിലും രേഖപ്പെടുത്തിയിരുന്നെന്നറിയാമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് എല്ലാവരും കൂട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹു തനിക്ക് ഇഷ്ടപ്പെടുന്ന ചില ആളുകൾക്ക് നിരുപാധികം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. അയാൾ പറയുന്ന ഈ സ്വർഗത്തിലേക്ക് പോയിക്കോ. ചിലപ്പോ ചില ആളുകൾക്ക് അള്ളാഹു തെറ്റുകൾ നിരുപാധികം പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷകൾക്ക് ശേഷം അവരെ സ്വർഗത്തിലേക്ക്. ഇമാം ബുഖാരിയുടെ കിതാബുൽ ഈമാനിൽ ഒരു ഹദീസ് കാണാം. അതിൽ പറയുന്നത്, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് അല്ലാഹു പറയും, അഖ്രിജൂ മിൻഹാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സറിഞ്ഞ് തൗഹീദിൽ വിശ്വാസം ഉറപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആരെങ്കിലും ഇനി നരകത്തിലുണ്ടോ? അയാൾ മുവഹിദായിരുന്നു, ശിർക്ക് ജീവിതത്തിൽ ചെയ്തിട്ടില്ല, പക്ഷെ അയാൾ കളവ് പറഞ്ഞു, അയാൾ സക്കാത്ത് കൊടുത്തില്ല, അയാൾ തെറ്റുകൾ ചെയ്തു, അതിന്റെ ഭാഗമായി നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും അവസാനത്തെ തൗഹീദുള്ള മനുഷ്യനെയും അയാളുടെ ശിക്ഷ പൂർത്തിയായ മുറക്ക് അയാളെ പുറത്തെടുക്കാൻ അല്ലാഹു പറയും. മലക്കുകൾ അയാളെ പുറത്തെടുക്കും. നരകത്തിലെ ശിക്ഷ അനുഭവിച്ച അയാളുടെ ശരീരം കറുത്തു പുകഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു അയാളെ പരലോകത്ത് നഹറുൽ ഹയാ എന്ന ഒരു നദിയുണ്ട്, ജീവനദി, അതിലെ അയാളെ മുക്കിയെടുക്കും. അയാളുടെ രൂപം, ആ വിരൂപമായ ശരീരപ്രകൃതം മാറും. അയാൾ സുന്ദരനായി മാറും. പ്രവാചകൻ ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചു കൊടുത്തു. കമാ തംബത്തുൽ ഹിബ്ബത്തു ഫീ ജാനിബിസ് സൈൽ. വെള്ളമൊഴുകുന്ന ചാലുകളുടെ ഓരങ്ങളിൽ വിത്ത് മുളച്ചു വരുന്നത് പോലെ. അലം തറ അന്നഹാ മുൽതവിയതൻ സഫ്ര. നിങ്ങൾ കണ്ടിട്ടില്ലേ വിത്ത് ഇങ്ങനെ മുളച്ചു വരുമ്പോ ഇളം മഞ്ഞ നിറത്തിൽ പറ്റിപ്പിടിച്ച ദളങ്ങളോടുകൂടി പുറത്തു വരുന്നു. അതുപോലെ ആ മനുഷ്യരുടെ രൂപം മാറും. അയാളെ സ്വർഗത്തിലേക്ക് ഇടും. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, തൗഹീദുണ്ട്, ഏകദൈവ വിശ്വാസത്തിൽ കളങ്കം സംഭവിച്ചിട്ടില്ല. കുറ്റങ്ങൾ കുറെ സംഭവിച്ചു. ആ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയെല്ലാം കഴിഞ്ഞ് അല്ലാഹു അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്. തൗഹീദുണ്ട്, കുറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു. ആ കുറ്റങ്ങളെല്ലാം നിരുപാധികം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അല്ലാഹു അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനിയും നരകത്തിൽ കുറച്ചാളുകൾ ബാക്കിയുണ്ട്. ആരാണവർ? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരു മനുഷ്യൻ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അല്ലാഹു അവന് സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, വിശ്വാസിക്ക് കളങ്കപ്പെടാൻ പാടില്ലാത്ത ഏറ്റവും അമൂല്യമായത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് നഷ്ടം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, മക്കക്കാരോട് പ്രവാചകൻ എത്ര യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു, പ്രവാചകൻ എത്രമേൽ അവർ ദ്രോഹിച്ചു. ത്വായിഫിന്റെ നാടുകളിലൂടെ പ്രവാചകൻ വീട് വീടാന്തരം കയറിയിറങ്ങി പ്രവാചകനെ കല്ലെറിഞ്ഞോടിച്ചതിന്റെ ചരിത്രം നമുക്കറിയില്ലേ? മക്കയിലേക്ക് ഹജ്ജിന് വന്ന വിവിധങ്ങളായ 85 ഗോത്രങ്ങളോട് പ്രവാചകൻ സഹായം തേടി.
എന്തിനു വേണ്ടി? മക്കയിൽ നിന്ന് പോകാൻ. എന്നെ ഒന്ന് സഹായിക്കും. ആരും സഹായിച്ചില്ല. നബിക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. മക്കക്കാരും നബിയും തമ്മിലുള്ള സമരത്തിന്റെ പോയിന്റേതായിരുന്നു. മക്കയിലെ മുശ്രിക്കുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും യോജിച്ചു പോകാൻ കഴിയാത്ത പോയിന്റ് എവിടെയായിരുന്നു? പ്രവാചകന്റെ സ്വഭാവമാണോ? പ്രവാചകന്റെ പെരുമാറ്റമാണോ? പ്രവാചകനിലെ ഏതെങ്കിലും അധികാരമോഹമാണോ? പ്രവാചകനിലെ മോശമായ വ്യക്തിത്വമാണോ? അല്ല, പ്രവാചകൻ അവർക്കൽ അമീനാണ്. മക്കക്കാരോ, അവരിൽ പല നന്മകളും ഉണ്ടായിരുന്നു. മക്കക്കാരെ ഹജ്ജ് ചെയ്തിരുന്നു. നമ്മളെപ്പോഴും പറയാറുള്ള പോയിന്റ്, അവർ ഹജ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? സഫാ മലയുടെ മുകളിൽ അവരുടെ വസ്ത്രം അഴിച്ചു വെച്ച് പുരുഷന്മാർ പകലും സ്ത്രീകൾ രാത്രിയും ഹജ്ജ് നിർവഹിക്കും. എന്തിന്? ഞങ്ങളുടെ വസ്ത്രങ്ങൾ പാപം ചെയ്ത വസ്ത്രമാണ്, അതുകൊണ്ട് കഅബ തവാഫ് ചെയ്യാൻ പാടില്ല. മക്കക്കാർ നേർച്ചയാക്കിയിരുന്നു. അല്ലാഹുവിനും നേർച്ചയാക്കും, അല്ലാഹു അല്ലാത്തവർക്കും നേർച്ചയാക്കും. എന്നിട്ട് അവരുടെ ഗോതമ്പിൽ നിന്ന്, അവരുടെ ഈത്തപ്പഴത്തിൽ നിന്ന്, അവരുടെ മുന്തിരിയിൽ നിന്ന്, അള്ളാഹുവിന് നേർച്ചയാക്കിയതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയതിലേക്ക് പോയാൽ അവർ കുഴപ്പമില്ല എന്ന് പറയും. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കിയതിൽ നിന്ന് കുറച്ച് അള്ളാഹുവിന് നേർച്ചയാക്കിയതിലേക്ക് പോയാലോ അവരത് എടുത്ത് അങ്ങോട്ടങ്ങിടും. എന്താ പറഞ്ഞേ? അള്ളാഹു നല്ല സമ്പന്നനാണ്, വലിയാണ്. അള്ളാഹിന് കിട്ടേണ്ടതിൽ നിന്ന് കുറച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇവര് അത്ര അള്ളാഹുവിന്റെ അത്ര സമ്പന്നന്മാരല്ല. ആര്? ലാത്തയും ഉസ്സയും മനാത്തും ഹബലും ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഒക്കെ മുൻകഴിഞ്ഞു പോയ മഹാന്മാരാണ് പലരും. അവർ നേർച്ച ചെയ്തിരുന്നവരാണ്, അവർ ഹജ്ജ് ചെയ്തിരുന്നവരാണ്, അവർ കരാർ പാലിച്ചിരുന്നവരാണ്. നിങ്ങൾ നോക്കൂ, കഅബാലയത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നുണ്ട് പ്രവാചകന്റെ യുവത്വ കാലഘട്ടത്തിൽ. കഅബക്ക് പല കാലങ്ങളിൽ സംഭവിച്ച കേടുപാടുകളെ ശരിയാക്കാൻ മക്കയിലെ ഖുറൈശികൾ തീരുമാനിച്ചു. അവരതിനു വേണ്ടി സാമ്പത്തിക സമാഹരണം നടത്തി. എന്നിട്ടോ എന്താണ് അവർ സാമ്പത്തിക സമാഹരണം നടത്താൻ നിബന്ധന വെച്ചതറിയോ? പലിശയില്ലാത്ത പണമായിരിക്കും. എല്ലാവരും സമാഹരിച്ചു. പലിശയില്ലാത്ത പണം, ഹറാമായ പണം അതിലുണ്ടാകാൻ പാടില്ല. പണം സമാഹരിച്ച് ഉള്ള കഅബ പൊളിക്കണല്ലോ. കേടുപാടുകൾ സംഭവിച്ചവർക്ക് കഅബ പൊളിക്കാൻ ഭയം. ഒരു ദിവസം മുഗൈറ കഅബയുടെ മുകളിൽ കയറി ഒരു കല്ലെടുത്തു മാറ്റി. അന്ന് രാത്രി അവർ കാത്തിരുന്നു. കഅബാലയത്തിന്റെ ഒരു കല്ല് പൊളിച്ചു മാറ്റിയ മുഗൈറക്ക് നാളെ എന്തു സംഭവിക്കും? മുഗൈറക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അപ്പൊ അവർ തീരുമാനിച്ചു, കഅബ പൊളിക്കുന്നത് അപകടം ഉണ്ടാക്കൂല, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് അവർ പേടിക്കും. അവർ ആ കഅബാലയം പൊളിച്ച് പുതിയ കഅബാലയം ഉണ്ടാക്കി. ജിദ്ദയിലെ കടപ്പുറത്ത് അടിഞ്ഞു വന്നിരുന്ന ഏതോ പഴയ കപ്പലിന്റെ മരങ്ങൾ അവർ കഅബ ഉണ്ടാക്കാൻ വേണ്ടി ശേഖരിച്ചു കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് പണം തികഞ്ഞില്ല, ഹലാലായ സമ്പത്ത് തികഞ്ഞില്ല. അവർ കഅബാലയത്തിന്റെ രൂപത്തിൽ മാറ്റം വരുത്തി. നേരത്തെ ഇന്ന് മക്കയിൽ പോയവർക്കറിയാം, കഅബയുടെ ചിത്രം കാണുന്നവർക്കറിയാം, കഅബാലയത്തിന്റെ പുറത്തൊരു അരച്ചുമര് ഒരു അർദ്ധവൃത്താകൃതിയിലുണ്ട്. അതും കൂടി ഉൾപ്പെടുന്നതാണ് കഅബാലയം. പക്ഷെ അവർക്ക് പണം ചെയ്യാത്തത് കൊണ്ട് ആ ഭാഗം ഒഴിവാക്കി വലുപ്പം കുറച്ച് എല്ലാവരും കഅബയിലേക്ക് കയറി ഇറങ്ങി. 2 വാതിലുണ്ടായിരുന്നു കഅബക്ക്. കയറി ഇറങ്ങി പോകാതിരിക്കാൻ ഇന്ന് കാണുന്നത് പോലെ കഅബാലയത്തിന്റെ തറ നല്ല ഉയർത്തി മുകളിൽ വാതിലാക്കി, ഒരു വാതിലിൽ ചുരുക്കി അതിന്റെ ഹുർമത്ത്, പവിത്രത കാത്തു സൂക്ഷിക്കാൻ. ആരാ ചെയ്തത്? മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ കാണുന്ന കഅബാലയത്തിന്റെ രൂപമുണ്ടാക്കിയത് മക്കയിലെ മുശ്രിക്കുകളാണെന്നാണ് പറയുന്നത്. പിന്നീട് വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മക്കയുടെ അധികാരം കൈകാര്യം ചെയ്ത കുറച്ച് കാലമുണ്ട്. മഹാനായ പണ്ഡിത സ്വഹാബിയാണ്. അന്ന് അദ്ദേഹം കഅബ പൊളിച്ച് അതിന്റെ യഥാർത്ഥ ഇബ്രാഹിം നബി ഉണ്ടാക്കിയ അതേ രൂപത്തിലേക്ക് മാറ്റി. പക്ഷേ പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാം അവിടുന്ന് മാറ്റി. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ, അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ കാലഘട്ടത്തിൽ ഉമയ്യ ഭരണാധികാരി അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്തോ തെറ്റ് ചെയ്തു എന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നബിയുടെ കാലത്ത് മുശ്രിക്കുകൾ ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് വീണ്ടും കഅബ മാറ്റി. അപ്പൊ ഇമാം മാലിക് പറഞ്ഞു, ശരിക്കും കഅബയുടെ രൂപം ഇതല്ല, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഉണ്ടാക്കിയതുപോലെയാണ്. നബിക്ക് ആ രൂപത്തിൽ നിലനിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ പൊളിച്ചു നന്നാക്കിയ മുഹമ്മദ് കഅബയും പൊളിച്ചു എന്ന ആൾക്കാർ പരാതി പറയാതിരിക്കാൻ വേണ്ടിയാണ് നബി അങ്ങനെ നിലനിർത്തിയത്. അപ്പോ അബ്ദുൽ മലിക് പറഞ്ഞു, എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഉണ്ടാക്കിയതുപോലെ ഹിജ്ർ ഇസ്മായിൽ നമ്മൾ ഇന്ന് കാണുന്ന അതും കൂടി ഉണ്ടാക്കാം. അപ്പൊ മാലിക് പറഞ്ഞു, വേണ്ട, ആൾക്കാർ കഅബ ഇങ്ങനെ പൊളിക്കണ്ടാക്കുക നിന്റെ പവിത്രത നഷ്ടപ്പെടും, അതുകൊണ്ട് ഇങ്ങനെയുള്ളതുപോലെ മതി.
ഞാൻ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ കഅബാലയം നിർമ്മിക്കാനുണ്ടാക്കിയ സൂക്ഷ്മതയാണ്. ഞാൻ ഓരെ മഹത്വപ്പെടുത്തുകയല്ല. പക്ഷെ എന്നിട്ടും ആ മുശ്രിക്കുകളോട് ബദറുണ്ടായി, ആ മുശ്രിക്കുകളോട് വഹദുണ്ടായി, ആ മുശ്രിക്കുകളോട് സമരം ചെയ്ത് പ്രവാചകൻ മദീനയിലേക്ക് പോയി. ആ മുശ്രിക്കുകൾ മുഹമ്മദേ നീ ആരാധിക്കുന്നതിന് ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്നതിന് കുറച്ചു കാലം നീയൊന്ന് ആരാധിക്കണ്ടെന്ന് കൈയുയർത്തി കാണിച്ചാ മതി. ഞങ്ങൾ ആരാധിക്കുന്നവരടുത്ത് നീ ഒന്ന് കൈയുയർത്തി കാണിച്ചാൽ മതി, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. പ്രവാചകന്റെ മനസ്സൊന്ന് തടുത്തു. അല്ലാഹു പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇത് അഡ്ജസ്റ്റ്മെന്റ് പറ്റാത്ത മേഖലയാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസിന് സാധ്യതയില്ലാത്ത മേഖലയാണ്. ഒരു ചെറിയ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് വിട്ടുവീഴ്ച ചെയ്യാം, അതിന് പറ്റാത്ത മേഖലയാണ്. അല്ലാഹു പറഞ്ഞെന്താ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അവിശ്വാസികളെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കില്ല. ഞാൻ ആരാധിക്കുന്നതിന് വല അന അഅ്ബുദു മാ അബദ്തും, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കില്ല. അവസാനം പറഞ്ഞ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ആളുകൾ ഒരു മതസൗഹാർദ്ദത്തിന്റെ വാചകമായിട്ട് അത് പറയാറുള്ളത്. ശരിക്കും എന്താണ്? ഞാൻ നിങ്ങളുടെ ഈ ശിർക്കുമായി യോജിച്ചു പോകുന്ന ഒരു പോയിന്റുമില്ല എന്ന് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നു. അബ്രഹത്ത് യമനിൽ നിന്ന് കഅബ പൊളിക്കാൻ വന്നു. അബ്രഹത്ത് അവിടെ ഒരു ആരാധനാലയം ഉണ്ടാക്കി. ആൾക്കാരൊക്കെ കഅബയ്ക്ക് വരുന്നുണ്ട്. ആരും അതിലേക്ക് വന്നില്ല. എന്നാ കഅബ പൊളിക്കാം. അബ്രഹത്ത് വന്നു, ആനപ്പടയുമായി വന്നു. അബ്ദുൽ മുത്തലിബ് പ്രവാചകന്റെ വല്യാപ്പയാണ്, കഅബയുടെ ഖുറൈശികളുടെ നേതാവ്, കഅബയുടെ സിഖായത്തും സിദാനത്തും നിർവഹിക്കുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളെ പിടിച്ചുകെട്ടി. അബ്ദുൽ മുത്തലിബ് എന്താ പറഞ്ഞത്? എന്റെ ഒട്ടകങ്ങളെ എനിക്ക് വിട്ടുതരണം. നിങ്ങളുടെ കഅബ പൊളിക്കാൻ വന്നപ്പോ ഒട്ടകത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഒട്ടകത്തിന്റെ ഉടമ ഞാനാണ്, കഅബക്ക് ഒരു നാഥനുണ്ട്, അവനത് കാത്തുകൊള്ളും. മുശ്രിക്കായ അബ്ദുൽ മുത്തലിബ് പറയും. എന്നിട്ടും അബ്ദുൽ മുത്തലിബിന്റെ പിന്മുറക്കാരോട് പ്രവാചകൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്തു? പിന്നെയും കഅബ പുനരുദ്ധരിച്ച ആ സമൂഹത്തോട് പ്രവാചകൻ പിന്നെയും എന്തിനു ദഅവത്ത് നടത്തി? ഏത് മേഖലയിലേക്ക് ക്ഷണിച്ചു? അവർക്ക് തൗഹീദില്ലായിരുന്നു. അവർ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിച്ചിരുന്നവരായിരുന്നു. അവർ ലാത്ത എന്ന മരിച്ചുപോയ മഹാനോട് സഹായം തേടിയിരുന്നവരായിരുന്നു. അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നേർച്ച ചെയ്തിരുന്നവരായിരുന്നു. അവർ ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നേർച്ച ചെയ്തിരുന്നവരായിരുന്നു. ഇബ്രാഹിം നബി അല്ലാഹുവിനെ വിശ്വസിച്ചില്ല, ഇസ്മാഈൽ നബി സ്വതന്ത്രമായ ദൈവമാണെന്ന് വിശ്വസിച്ചില്ല. അല്ല, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മുടെ നാട്ടിൽ മുഹ്യിദ്ദീൻ ശൈഖ് അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടെയാണ് യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ എന്ന് ഖുതുബിയത്തിൽ ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറയാറില്ലേ? അതേ ന്യായമാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്ത്. മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. 39-ാം അധ്യായം സൂറത്ത് സുമർ 3-ാമത്തെ ആയത്ത്. ഞങ്ങൾ ഹുബ്ലിനെ ആരാധിക്കുന്നത്, ലാത്തയെ ആരാധിക്കുന്നത്, മനാത്തിനെ ആരാധിക്കുന്നത്, ഉസ്സയെ ആരാധിക്കുന്നത്, കഅബാലയത്തിലുള്ള 300 ചില്ലാനം വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് അവക്ക് സ്വന്തമായ കഴിവുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയല്ല, സ്വന്തമായ ദൈവമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയല്ല. മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി. ഇതാണ് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം. ആ വിശ്വാസം ശരിയല്ലെന്നും അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണെന്നും നിങ്ങൾ തൗഹീദിലേക്ക് വരണമെന്നും അവിടുത്തെ മുശ്രിക്കുകളെ, അവിടുത്തെ ജൂതന്മാരെ, അവിടുത്തെ ക്രൈസ്തവരെ പ്രവാചകൻ ക്ഷണിച്ചു. യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നിങ്ങൾ വരണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നിങ്ങൾ വരണം. യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖകും. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അതാ പഠിപ്പിച്ചത്. ഇതാണ് ഇസ്ലാമിന്റെ മർമ്മം. ബാക്കിയെല്ലാം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് പുറത്തു തന്നേക്കാം. ആളുകൾ വിചാരിക്കുന്നത് നിസ്കാരം അതാണ് എല്ലാം എന്നാണ്. നിസ്കാരം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കർമ്മം. പക്ഷേ തൗഹീദിൽ പിഴവ് സംഭവിച്ചാൽ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട.
ദാനധർമ്മങ്ങൾ, ഒരുപാട് മനുഷ്യർക്ക് ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരാൾ അയാളുടെ തൗഹീദിൽ പിഴവുണ്ടെങ്കിൽ ആ ദാനധർമ്മം അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു ആ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. അവർക്ക് 100 പേരെ കൊന്നവന് പുറത്തു കൊടുത്തു അല്ലാഹ്. 100 ആളെ കൊന്നവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. അയാൾ ശിർക്കില്ലായിരുന്നു. ശിർക്ക് അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രം, സഅദ് റളിയല്ലാഹു അൻഹു ചരിത്രമാണ്. അദ്ദേഹം മുസ്ലിമായപ്പോൾ ഗോത്രക്കാരോട് വന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് മിണ്ടൂല, നിങ്ങളെല്ലാവരും മുസ്ലിമാകണം. എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചില്ല. സഅദ് റളിയല്ലാഹു അൻഹു അവരുടെ ഗോത്രക്കാർക്ക് അത്ര ഇഷ്ടമായിരുന്നു. അവർക്ക് തമ്മിലുള്ള ആത്മബന്ധമാണ് സഅദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. ആൾക്കാരെ വെറുക്കുകയോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ അല്ല. സഅദ് പറഞ്ഞാൽ അവർ കേൾക്കും. അത് സഅദ് റളിയല്ലാഹു അൻഹു അറിയാം. അത്ര സ്വീകാര്യമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ. എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. കാലം കുറെ കഴിഞ്ഞു. നബി ഒരു യുദ്ധത്തിന് വിളിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രത്തിലെ എല്ലാ പുരുഷന്മാരും യുദ്ധത്തിന് പോയി. മുസ്ലിം ആകാത്ത മനുഷ്യൻ ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി, നാട്ടിലെത്തി, ആണുങ്ങളാരും കാണല്ലേ. അദ്ദേഹം ചോദിച്ചു, എന്തുപറ്റി ഈ ആളുകൾക്ക്? നബി യുദ്ധത്തിന് വിളിച്ചു, അവർ പോയി. അദ്ദേഹം തന്റെ ആയുധമെടുത്ത് യുദ്ധക്കളത്തിലേക്ക് പോയി. യുദ്ധം അവസാനിച്ച് യുദ്ധക്കളത്തിൽ വീണ് കിടക്കുന്ന ആളുകളുടെ അരികിലൂടെ നടക്കുമ്പോൾ ആളുകൾക്ക് അത്ഭുതമായി. ഈ മനുഷ്യനെ കാണുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്തിനാ യുദ്ധം ചെയ്തത്? നിന്റെ ഗോത്രത്തിന് വേണ്ടിയാണോ? നിന്റെ ആളുകളെ, നിന്റെ കുടുംബക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണോ? അല്ല. അദ്ദേഹം പറഞ്ഞു, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. നബി പ്രയോഗിച്ചൊരു വാചകമുണ്ട്. ആ വാർത്ത കേട്ടപ്പോൾ ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ ആൾ, അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിൽ പോയ ആൾ. അപ്പോൾ അയാൾ സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡം എന്തായിരുന്നു? അയാൾ സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ ആളുകളെ ആക്രമിക്കാതെ, കൊല ചെയ്യാതെ, കൊലപാതകത്തിന് അല്ലാഹു സംരക്ഷണം നൽകിയിട്ടുണ്ട് പ്രവാചകന്. ആളുകൾ ആക്രമിക്കാതെ സംരക്ഷിച്ചു നിർത്തിയതാരാ? പ്രവാചകന്റെ പിതൃ സഹോദരൻ അബൂ താലിബായിരുന്നു. അബൂ താലിബ് പ്രവാചകനെ സംരക്ഷിച്ച്, ഖുറൈശികളുടെ അന്നത്തെ തലവൻ അബൂ താലിബ് പ്രവാചകന്റെ മൂത്താപ്പയാണ്. അവിടെ ആരും തൊടൂല. പലരും പറഞ്ഞിട്ടുണ്ട് അബൂ താലിബിനോട്, മുഹമ്മദിന്റെ കാര്യം ഞങ്ങൾക്ക് വിട്ടേറുന്നു. അബൂ താലിബ് വിട്ടുകൊടുത്തിട്ടില്ല. നബിയെ പരിപാലിച്ചു, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ച് പ്രവാചകനെ പരിപാലിച്ചു കൊണ്ടുപോയി. പ്രവാചകന്റെ 48ാമത്തെ വയസ്സാണെന്നാണ് എന്റെ ഓർമ്മ. പ്രവാചകൻ ആ തണൽ മരം നഷ്ടപ്പെട്ടു പോയി. അബൂ താലിബ് നരകത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞു. അബൂ താലിബ് നരകത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇസ്ലാമിനെ സഹായിച്ച, പ്രവാചകനെ പരിപാലിച്ച, പ്രവാചകനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷിച്ച അബൂ താലിബ് നരകത്തിൽ പോകാനുള്ള കാരണം എന്താണ്? അബൂ താലിബിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരുന്നില്ല. മരിക്കാൻ കിടക്കുന്ന അബൂ താലിബിന്റെ അടുത്തിരുന്ന് പ്രവാചകൻ പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പിതൃ സഹോദര, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ഇന്നി ഉഹാജ്ജു ലക ബിഹാ ഇല്ലല്ലാഹ്. നിങ്ങൾക്ക് വേണ്ടി പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ വാദിക്കും, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ. അഭിമാനഭാരം കൊണ്ട്, ബോധം കൊണ്ട്, ദുരഭിമാന ബോധം കൊണ്ട് അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാതെ മരിച്ചുപോയി. അയാൾ നരകത്തിലാണെന്ന് പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളെ, നല്ല വേഷമല്ല സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡം. നല്ല സംസാരമല്ല സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡം. 1000 കോടി മനുഷ്യരെ സഹായിക്കലല്ല സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം. ഇതൊക്കെ വലിയ വലിയ നന്മകളാണ്. ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട, നടപ്പിലാക്കേണ്ട നന്മകളാണ്. സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് കയ്യിൽ ചരട് കെട്ടിയ മനുഷ്യനോട് ഇത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്ന തവക്കുലാണ്, ശിർക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കാത്ത പ്രബോധനം യഥാർത്ഥ പ്രബോധനമല്ല. ജാറത്തിൽ പോയി സുജൂദ് ചെയ്യുന്ന മരിച്ചുപോയ മഹാത്മാക്കളോട് എന്നെ രക്ഷിക്കണേ ബദരീങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലേ, റബീഉൽ അവ്വൽ 12-ന് പ്രവാചകന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്ത് യാ ഖൈറൻ നബി എന്ന് പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയെന്ന പ്രാർത്ഥനയെന്ന ആരാധന അല്ലാഹു അല്ലാതെ പ്രവാചകന് നൽകുന്ന ഒരു മനുഷ്യനോട് നീ ചെയ്യുന്നത് ശിർക്കാണ്, മാറി നിൽക്കണമെന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമമായ പ്രബോധനം. ആ പ്രബോധന പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്.
ഞാൻ പറഞ്ഞു, നമുക്ക് എപ്പോഴും ഏറ്റവും അധികം കൂറുണ്ടാകേണ്ടത് അല്ലാഹുവിനോടാണ്. നമ്മൾ ഇത്തരം ചർച്ചകളെ വിമർശിക്കുകയാണ്. ഇത്തരം ചർച്ചകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ആരുടേതാണോ ശരിയാകുന്നത് അയാൾക്കാണ് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുക. ആരാണോ ശിർക്കില്ലാതെ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത് അയാൾക്കാണ് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുക. നമ്മുടെ വിശ്വാസത്തിലേക്ക് ശിർക്ക് കടന്നു വരാതെ കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ മുവഹ്ഹിദായി, യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളായി മരിക്കാൻ നമ്മൾ പ്രയത്നിക്കണം. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.